ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു പ്രാവശ്യം വ്ളോഗ് എടുത്ത് പിന്നെ നെക്സ്റ്റ് വ്ളോഗ് എടുക്കാൻ ഇത്തിരി സമയമാകുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. ഇന്ന് ഞങ്ങളൊരു ചെറിയ പണിയായിട്ട് പുറത്ത് പോകണം, രണ്ടുപേരും കൂടി. ആള് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ ചെറിയ പണിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. സർപ്രൈസായിട്ട് കുറച്ച് തിങ്സൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ആൾക്കറിയത്തില്ല, നമുക്ക് അവിടെ പോയിട്ട് പറയാം. പിന്നെ ഇന്ന് പുറത്ത് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു സ്പെഷ്യലും കൂടിയുണ്ട് കേട്ടോ. അത് ഞാൻ ആളെ കണ്ടിട്ട് കാറിൽ കയറിയിട്ട് പറയാം. ഒരു ചെറിയ സ്പെഷ്യൽ വ്ളോഗാണ്. ഹലോ ഇതെന്ത് വീഡിയോ? ഞാൻ അറിയാണ്ട് തന്നെ എന്നോട് പറയാണ്ട് എന്തോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സർപ്രൈസ്. ഇങ്ങനെയുണ്ട്. ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി ആള് ആ ക്ലാസ് നോക്കിക്കേ. എന്ത് ചൂടാ. ലൈസൻസ് കിട്ടി ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി ആള് കയറി ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കയറി ഇരുന്നിട്ട്? സന്തോഷമുണ്ട്. വലിയ കൺഫ്യൂഷനാണ്. ഇത് ഏതാ എന്താ ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. അപ്പൊ നിങ്ങളെന്താ പഠിച്ചല്ലേ? പഠിച്ചിട്ടല്ലേ? അയ്യോ, ഞാൻ പഠിച്ചത് വേറെ ഒരു കാറാ. ഇത് വേറെ ഒരു കാറ്. നിങ്ങൾ പഠിച്ച കാർ ഏതാ? അത് നിസാൻ. First time drive after got my license. അറിഞ്ഞൂടാ. ഇവിടെ താക്കോലിട്ടൊക്കെ ഞാൻ പഠിച്ചത്. ഇത് ഇതാ തൊട്ട് കാണിച്ചതാ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല ഇതിന് മുമ്പ്. അതിൽ നിൽക്കും ബ്രേക്ക് ഔട്ടിട്ട് സ്വിച്ച് ഇടുന്നത് പോലെ ഇങ്ങനെ നിൽക്കാൻ മതി. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണല്ലേ. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും പറഞ്ഞു തന്നില്ല. വണ്ടിക്കാരും സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞു തന്നിട്ടില്ല. എന്റെ ഇൻസ്ട്രക്ടർ നീ ഇതായിട്ട് പറയണം. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ കൃത്യം കയ്യും കാലും കറക്റ്റ് രീതിയിൽ സെറ്റാക്കുക. ഇതിപ്പോ എന്നാ പിന്നെ ഒരു കാര്യം, സ്റ്റീറിംഗിന് മുകളിൽ കയറിയിരുന്നോ? ഇതെന്താ എന്റെ കാലം എത്തണ്ടേ? ഉണ്ട്. ഇത് വലിയ ഡിഫറെന്റ് ആയത്. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ഓടിക്കാൻ അറിഞ്ഞൂടാ. ഈ സാധനം അറിയാമോ എന്താണ്? ഗിയർ അതറിയാലോ. ഇതെന്താണെന്ന് അറിയോ? ഇത് സ്റ്റിയറിംഗ്. ഓക്കെ. താഴെയുള്ള രണ്ട് സാധനം ഉണ്ട്, അതറിയാമോ? ഇത് ബ്രേക്ക്, ആക്സിലേറ്റർ. അറിയാലോ. ഇത്രയും സാധനം മതി വണ്ടി ഓടിക്കാൻ. തൽക്കാലം വണ്ടി ഓടിക്കാൻ മതി, ബാക്കിയൊക്കെ വഴി പഠിച്ചോളൂ. ആണോ? അയ്യോ, എനിക്ക് ഒന്നും അറിഞ്ഞൂടല്ലോ കർത്താവേ. നീ ഇത്രയും വലിയ ചെറിയ വണ്ടിയിലെ വണ്ടി ഓടിച്ചിട്ട് വലിയ വണ്ടി എടുത്ത് തന്നെ കൈ കുടിച്ചു. ആദ്യം റോഡ് ഓടിക്കുന്നു പറഞ്ഞാൽ അത് ദുബായ് റോഡില്. ലൈസൻസ് എടുക്കുന്നത് വലിയ കാര്യമല്ല. ലൈസൻസ് എടുത്തു കഴിഞ്ഞ് റോഡിൽ വണ്ടി ഓടിക്കണം. ദുബായിൽ, പ്രത്യേകിച്ച് ദുബായ് റോഡിൽ വണ്ടി ഓടിക്കാൻ കുറച്ച്. ഇന്നൊരു മറ്റൊരു സാധനം ഉണ്ടല്ലോ, എന്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക്. ഇവിടെ ഹാൻഡ് ബ്രേക്ക്. അല്ല, ഹാൻഡ് ബ്രേക്ക് ഇവിടെ അറിയണ്ട എനിക്ക്. ഇവിടെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പ്ലസ് മൈനസ്. അപ്പൊ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ പഠിച്ച വണ്ടി ഹാൻഡ് ബ്രേക്ക് എങ്ങനെ? ഇവിടെ ഒരു ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് പോലെ, നമ്മുടെ ഇനോവയിലൊക്കെ അല്ലേ നാട്ടില്, അതുപോലെ വലിക്കുന്നത് പോലെ ഉണ്ടാവും. ഇതിവിടെ കാണുന്നില്ല. ഇതിനകത്തൊന്നുമില്ല ഹാൻഡ് ബ്രേക്ക്. അവിടെയൊക്കെയാണോ? ഇത് ഇടാൻ പറയട്ടെ. ഇതിലെല്ലാം സ്വിച്ചാ. അപ്പൊ സ്വിച്ച് ആയിട്ട് എങ്ങനെ ഉണ്ടാവും? ഇത് ആട്ടോ ഇതായിരിക്കോ? അതൊന്നല്ല, അത് കേസിലാ. ഇതൊക്കെ വേറെ സ്വിച്ചുകളാണ്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? അതൊന്നല്ല, അതൊക്കെ എ സിയിലാണെന്നല്ല. അത് മൊത്തമായിട്ട് എ സിയിലെ സംഭവങ്ങളാണ്. അവിടെ ഒന്നല്ല. ഒരു മിനിറ്റ്. ഹാൻഡ് ബ്രേക്ക് പല വണ്ടികൾക്ക് പല രീതിയിലാണ് ഉണ്ടാവുക. നമ്മുടെ കാറിന് ഹാൻഡ് ബ്രേക്ക് കാലിലാണ്. കൈ കൊണ്ടല്ല. നമ്മുടെ കാറിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് അവിടെ നിൽക്കേ. ഓരോ വണ്ടികൾക്ക്, ചില വണ്ടികൾക്ക് ഹാൻഡ് ബ്രേക്ക് മാറും, പല രീതിയിലാണ് ഉണ്ടാവുക. നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് കാലിലാണ്. നിങ്ങളുടെ ലെഫ്റ്റ് കാല് ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട, അനങ്ങാതിരിക്കാൻ പറയാം. അങ്ങനെയായിരുന്നോ? ലെഫ്റ്റ് കാല്, ഇടത് കാല് ഇപ്പൊ എവിടെയുള്ള? അപ്പുറത്ത്. അത് ഇടത് കാലം സൈഡിൽ തന്നെ ഉണ്ടാവുക. ഓക്കെ. ആ ഇടത് കാല് പൊക്ക്, കുറച്ച് പൊക്ക്, മുകളിലേക്ക് പൊക്ക്, കുറച്ചുകൂടെ പൊക്ക്. പൊക്കിയോ? ഇനി മെല്ലെ ആ സൈഡിൽ തടവി നോക്കി എന്തെങ്കിലും ഒരു സാധനം കാലത്ത് അടയുന്നുണ്ടോന്ന് കുളിഞ്ഞു നോക്കട്ടെ. കുളിഞ്ഞു നോക്കി. ഓക്കെ. കാണുന്നുണ്ടോ? മുകളിലായിട്ട് അവിടെ ഇവിടെ കൊണ്ടുണ്ട്. അതെന്താ അറിയണ പറയട്ടെ. അത് ഡിക്കിയുടെ എവിടെ? അതല്ല മോളെ, അതിന്റെ താഴെ ആ സാധനം തന്നെ. ഡിക്കിയുടെ ഒന്നല്ല.
ഡിക്കിയുടെ കൈ കൊണ്ടാക്കാൻ പറ്റുമോ? ഇനി ഞാൻ പറയുന്നത് ഒരു അല്ല അതെന്നാ അറിയോ, നമ്മുടെ നാട്ടിലൊക്കെ അത് ഡിക്കിയല്ലേ അവിടെ ഉണ്ടാവും. അവിടെ അല്ല, ഡിക്കിയില് കുറച്ച് മുകളിലാ. അവിടെ അല്ല, ഇതിലുള്ള ഡിക്കിയിലല്ലോ. അവിടെ അതിന് മുകളിൽ കൊണ്ട് കാല് വെച്ച് ഞാൻ പറയാം. അത് കണ്ടില്ല, കാല് വെച്ചില്ല. പുഷ് ബ്രേക്കിന് കാല് വെക്കട്ടെ. ഇത് വെക്കട്ടെ, ഇതാണോ? അതിന് മുകളിൽ കാല് വെക്കുക ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്നെ കളിയാക്കുന്നതല്ലോ. കളിയാക്കുന്നല്ല, നീ കാല് വെക്ക് ഞാൻ പറയാം. അല്ല ഇത് ബാപ്പു പാപ്പു സത്യമായിട്ട് പറയുന്നത് കേക്ക്. ഇത് കളിയാക്കുന്ന വിഷയമല്ല. ദുബായ് റോഡിൽ വണ്ടി ഓടിക്കുക, ലൈസൻസ് ഒക്കെ വലിയ ഫൈൻ വരുന്ന സ്ഥലവാ സുഹൃത്തെ. ഞാനല്ലേ ഇപ്പുറത്ത് ഇരിക്കുന്നതെന്ന്. നിങ്ങൾ അപ്പത്തിരുന്ന ഇപ്പുറത്ത് വണ്ടി ഓടിക്കണ്ടേ? നിങ്ങൾ അതിന് അവിടെ കാല് വെക്ക, അതിന് മുകളില് വെച്ചോ. അതിനൊന്ന് പ്രസ് ചെയ്ത് വെച്ചോട്ടോ. കാലെടുക്കിന് ആ സാധനം താഴെ മുകളിലേക്ക് വന്നോ? അതാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്. നീ ബ്രേക്കിൽ കാൽ വെക്കാൻ പറഞ്ഞില്ലല്ലോ. അത് പ്രശ്നമൊന്നുമില്ല. സത്യം പറ, നിങ്ങൾ ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോന്ന്? ഞാൻ പാടുന്നുണ്ട് സത്യമായിട്ട്. ഇത് എങ്ങനെ ഓടിച്ചെടുത്ത് എങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ആയി ഓടി, എനിക്കൊന്നും ഓർക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ ലൈസൻസ് എടുത്താണ്, നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടല്ലേ, നിങ്ങൾ പഠിച്ചിട്ടല്ലേ നിങ്ങൾ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച് പഠിച്ച് അവര് നല്ല വൃത്തിയായിട്ട് ഓടിച്ച് അവരെ ഫുൾ ആയിട്ട് ഓടിച്ച് അവര് ഫുൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ റോഡിൽ ഓടിക്കാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. അതപ്പോ അതിനുശേഷം നിങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന്. റോഡിൽ ഓടിക്കാൻ നിങ്ങൾക്ക് 6 വട്ടം ഫെയിലായി മോശമായിട്ടുള്ള സ്റ്റുഡന്റ് അല്ലേ ഞാൻ? കുറച്ച് മോശമാണ്. ഇപ്പൊ എന്തിലാട്ടെ എടുക്ക്. വിശാൽ നമ്മള് കാണിക്കാം. പാടില്ല. സീറ്റ് ബെൽറ്റ് ഇടണ്ടേ? എനിക്കറിയില്ല, നിങ്ങളെ ഡ്രൈവർ. സത്യം പറഞ്ഞാൽ എനിക്കെല്ലാം മറന്നുപോയി. ഇനി ഇപ്പോൾ നിങ്ങളാണ് എന്റെ ഇൻസ്ട്രക്ടർ. മിക്കവാറും now you are not my husband, you are my instructor. Okay, മിക്കവാറും തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കരഞ്ഞ് നീ ദേഷ്യപ്പെടരുത് കേട്ടോ. ദേഷ്യപ്പെടരുത്, അപ്പൊ ഇറങ്ങി പോകും. ദേഷ്യപ്പെടുന്നില്ല. മിസ്റ്റേക്ക് കാണിച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ഇല്ല, ഞാനിപ്പോ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതാ പഠിച്ചു കഴിഞ്ഞിട്ട്. ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് എനിക്ക് കഷ്ടപ്പാടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു തരണം പതുക്കെ. അല്ലാണ്ട് ദേഷ്യപ്പെട്ട ഞാൻ പിന്നെ അതൊന്നും റോട്ടിൽ കൂടെ മെയിൻ റോട്ടിൽ കൂടെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. നിങ്ങൾ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ വൃത്തിയായിട്ട് ഓടിച്ചോളാം. എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ ചിലപ്പോൾ നല്ല വീട്ട് കിട്ടും തലയ്ക്കാൻ. പിന്നെ ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാന് പിന്നെ നോക്കിക്കോ. മിണ്ടായിരുന്നിട്ടൊന്നും കാര്യമില്ല. വണ്ടി വൃത്തിക്ക് ഓടിച്ചോളണം. ഇല്ല ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വരും. എന്താ കാണിക്കണ്ടേ? അയ്യോ എന്താ കാണിക്കണ്ടത്? ക്ലാസ്സൊക്കെ ഓക്കെ ആണോ? അല്ല ഓക്കെയാണ്. അപ്പൊ ഇൻസ്ട്രക്ടർ ഓർക്കോ. നോക്ക്, ഞാൻ എടുക്ക് വണ്ടി എടുത്തോ. ആദ്യം എത്ര സമയമായത്? കുറെ സമയത്ത് എടുക്കുവന്ന്. ഇപ്പൊ എന്താ കാണിക്കണ്ടേ അറിയോ? ബ്രേക്ക് നിക്കണം, ഹാൻഡ് ബ്രേക്ക് നിക്കണ്ടേ? ഹാൻഡ് ബ്രേക്ക് പഠിച്ചില്ലേ? ഹാൻഡ് ബ്രേക്ക് പഠിച്ചു. പിന്നെ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ട്. ഇതിന് നീ ഇവിടെ കൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബാബു. അതൊക്കെ എടുക്കണം. നീ പുറകിലെങ്കിലും ഇട്ടാ പാടായിരുന്നോ? ഞാൻ പറഞ്ഞാൽ ഒന്നും ടെൻഷൻ ഇല്ല. ബ്രേക്ക് നിക്കി. അമ്മ ഇന്ന് അമ്മീനെ വിളിച്ചോളൂ. ആദ്യം അമ്മയോട് സംസാരിക്കാം. റിവേഴ്സ് അല്ലേ? റിവേഴ്സിലുള്ള ക്യാമറ നോക്കരുത്. സൈഡ് ഗ്ലാസ്. പഠിച്ച ഹോട്ടലിൽ ക്യാമറ ഉണ്ടായിരുന്നോ? പിന്നെ ക്യാമറയിലോട്ട് കണ്ടു. മിററുണ്ട് സൈഡ്. പോട്ടെ ക്യാമറ നോക്കുന്നത് കുറച്ചുകൂടെ പോട്ടെ. ഇവിടെ ഫ്രണ്ടിൽ നോക്കി നിങ്ങൾ ഓടിക്കാൻ കിട്ടുള്ള സൗകര്യം മതിയോ? എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് പഠിക്കുമ്പോഴൊക്കെ ഓടിച്ചോണ്ട് പോയത്. അവിടെ ഇപ്പൊ എന്റെ സ്വന്തം കാറില് ഓടിക്കും. ഇതല്ലേ 4 ഇൻഡിക്കേറ്റർ? സാധനം ഞാൻ എനിക്ക് അറിയാം. ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതല്ലേ ഇവിടുത്തെ ഇൻഡിക്കേറ്റർ? ഇത് എനിക്കറിയാം. റൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കി. നീ ബെൽറ്റ് Guys, please subscribe for more vlogs. എടുത്തോട്ടെ. ആ ഫോൺ നോക്കണേ.